ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ടെമ്പർ ടാൻട്രത്തെക്കുറിച്ചാണ്. ടെമ്പർ ടാൻട്രം എന്ന് പറഞ്ഞാൽ കുട്ടികളിലുണ്ടാകുന്ന പിടിവാശി അല്ലെങ്കിൽ കോപം എന്നൊക്കെയാണ് ഇതിന് പറയാം. ഇത് 1 മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികളിൽ, ഓൾഡർ ഏജ് ഗ്രൂപ്പായ കുട്ടികളിൽ അവരുടെ വളർച്ചയുടെ ഭാഗമായി ഉണ്ടാകുന്ന ശക്തമായ വികാരപ്രകടനം അല്ലെങ്കിൽ പൊട്ടിത്തെറി എന്നൊക്കെ ഇതിന് പറയാം. ഇത് പല കുട്ടികളും പല രീതിയിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ചിലർ സ്ക്രീമിങ് ചെയ്യും, ക്രൈയിങ് ചെയ്യും. ചിലവരാണെങ്കിൽ ഫിസിക്കൽ അഗ്രസീവ് ആയിരിക്കും. ചിലർ സ്വന്തം കളിപ്പാട്ടങ്ങളോ എന്താണ് അവരുടെ കയ്യിൽ കിട്ടുന്ന വെച്ചാൽ അവരൊക്കെ എടുത്ത് വലിച്ചെറിയുക, കൂടെ ആരാ നിൽക്കുന്ന വെച്ചാൽ അവരടിക്കുക, കടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഇതൊരു ടെമ്പർ ടാൻട്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള അവരുടെ വളർച്ചയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. ഇതിൻ്റെ കാരണങ്ങളെന്ന് പറയുന്നത് വലിയ കാര്യങ്ങളൊന്നുമില്ല. ചിലപ്പോൾ കുട്ടികൾ ഫ്രസ്ട്രേഷനിലായിരിക്കും, ടയേർഡായിരിക്കും, ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ദേഷ്യമൊക്കെ വന്നിട്ടായിരിക്കും. ഈ നമ്മൾ പ്രത്യേകിച്ച് ഇതെങ്ങനെ മാനേജ് ചെയ്യാന്ന് വെച്ചാൽ കുട്ടികളെ നമ്മൾ കുറച്ച് നേരം നിരീക്ഷിക്കും, ഒബ്സർവ് ചെയ്യണം കുറച്ച് നേരം. എന്തിനാണ് അവരങ്ങനെ വാശി പിടിക്കുന്നത്, അതിൻ്റെ കാരണം നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് അവരോട് നല്ല കാം ആൻഡ് ക്വയറ്റ് ജെൻറ്റിൽ ടോണിൽ അവരോട് സംസാരിക്കാം. അല്ലാതെ നമ്മളും അവരുടെ പോലെ ഒച്ചപ്പാടുണ്ടാക്കി സംസാരിച്ചാൽ അവരും അതിനനുസരിച്ച് എക്സ്ട്രാ ആയിട്ട് ആ ദേഷ്യം കാണിക്കുക എന്നല്ലാതെ കുറയാൻ സാധ്യതയില്ല. നമ്മൾ കുട്ടികളോട് നല്ല രീതിയിൽ സംസാരിക്കുക. എന്നിട്ട് കുട്ടികളുടെ റീഡയറക്റ്റ് ചെയ്യാം. വേറെ എന്തെങ്കിലും കളിപ്പാട്ടങ്ങളോ ആക്ടിവിറ്റീസൊക്കെ കാണിച്ച് അവരുടെ മൈൻഡ് ഒന്ന് മാറ്റിയെടുക്കാൻ നോക്കുക. അങ്ങനെ ചെയ്ത് അവരുടെ സേഫ് സോണിലേക്ക് മാറണം. അല്ലെങ്കിൽ അവർ ചിലപ്പോൾ സ്വന്തമായിട്ട് ഹാംഫുൾ ഉണ്ടാക്കാൻ നോക്കും, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന അവരെ ഉപദ്രവിക്കാനുള്ള ഇത് വരും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു സേഫ് സോണിലേക്ക് അവരെ മാറ്റിയിട്ട് അവർക്ക് കുറച്ച് ഓഫേഴ്സൊക്കെ കൊടുക്കുക. മിഠായി വാങ്ങിത്തരാം, അല്ലെങ്കിൽ ട്രാവൽസിന് കൊണ്ടുപോകും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഓഫേഴ്സ് അവർക്ക് കൊടുക്കുക. അങ്ങനെ കുട്ടികളെ നല്ല ഒരു സേഫ് എൻവിറോൺമെൻറ്റിലേക്ക് മാറ്റും. ഒരു 1 മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഇത് ഉണ്ടാവുക എന്ന് പറഞ്ഞത്. അപ്പോൾ 3 വയസ്സായ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വാശി പിടിക്കാനോ എന്നൊന്നും പാടില്ല. നിങ്ങൾ അവരെ പഠിപ്പിക്കണം, ഏകദേശം അവരൊന്ന് ടീച്ച് ചെയ്യണം. എങ്ങനെയാ വെച്ചാൽ ഇങ്ങനെ ഉണ്ടാകുന്ന ഇമോഷൻസ് വേർഡ്സിലൂടെയോ ഡ്രോയിങ്സിലൂടെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ വേണം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നൊക്കെ അവരെ പഠിപ്പിക്കാം. അപ്പോൾ കുട്ടികൾക്ക് ആ ഒരു രീതിയിലേക്ക് മെല്ലെ മെല്ലെ കുട്ടികൾ മാറും. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ അവരെ എങ്ങനെയാണ് പ്രിവെൻഷൻ ചെയ്യാന്ന് വെച്ചാൽ, എങ്ങനെയാണത് പ്രിവെൻറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമുക്കൊരു നല്ല റൊട്ടീൻസ് ഉണ്ടാക്കി കൊടുക്കണം കുട്ടികൾക്ക്. എന്നും എങ്ങനെ വേണം, എങ്ങനെ ചെയ്യണം എന്നുള്ള മോർണിംഗ് ഒരു റൊട്ടീൻ ഉണ്ടാക്കി കൊടുക്കണം. നല്ലതുപോലെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പിന്നെ അവരെന്ത് നല്ല പ്രവൃത്തി ചെയ്താൽ പ്രോത്സാഹിപ്പിക്കുകയും ചീത്ത പ്രവൃത്തി ചെയ്താൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. നമ്മൾ തന്നെ അവർക്കൊരു റോൾ മോഡലാണ്. നമ്മൾ അവരുടെ മുമ്പിൽ ഇങ്ങനെ അഗ്രസീവായി പെരുമാറിയാൽ അവരും അതേപോലെ തന്നെ പെരുമാറും. പിന്നെ അവർക്ക് ഗുഡ് ന്യൂട്രീഷനും പിന്നെ നല്ല ഫുഡൊക്കെ കൊടുക്കണം. നല്ലതുപോലെ അവർ സ്ലീപ്പ് ചെയ്യണം. മാക്സിമം സ്ലീപ്പിങ്ങൊക്കെ അവരുടെ മാനസിക ശേഷിയൊക്കെ വർദ്ധിപ്പിച്ചാൽ അവരുടെ ഈ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇങ്ങനത്തെ കേസുകൾ നമ്മൾ എപ്പോഴാണ് ഒരു ഡോക്ടറെ കാണേണ്ടതെന്ന് വെച്ചാൽ, ഈ ടെമ്പർ ടാൻട്രത്തിൻ്റെ ഫ്രീക്വൻസി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഡ്യൂറേഷൻ അതിൻ്റെ ലെങ്ത്ത് കൂടുന്നത്, പിന്നെ അതിൻ്റെ അഗ്രസീവായിട്ടുള്ള ബിഹേവിയറിൻ്റെ ആ അഗ്രസീവ്നെസ് കൂടുമ്പോഴൊക്കെ നമ്മൾ ഡോക്ടറെ കാണിക്കണം. പിന്നെ ഏജ് ഗ്രൂപ്പ് 1 മുതൽ 3 വരെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ബിയോണ്ട് ആയിട്ടുണ്ടെങ്കിലും നമ്മൾ ഡോക്ടറെ കാണിക്കണം. പിന്നെ അഡീഷണലായിട്ട് ഈ കുട്ടികൾക്ക് വല്ല ബിഹേവിയർ പ്രോബ്ലംസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടറെ നമ്മൾ കാണിക്കണം. എന്ത് പറഞ്ഞാലും കുട്ടികളെല്ലാവരും ഓരോരുത്തരും ഓരോ തരത്തിലുള്ള കുട്ടികളാണ്. അപ്പോൾ നമ്മൾ വേണം അവരെ കെയർ ചെയ്യാൻ. ഇതാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.